ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാറൂസ് കിച്ചൻ. നമുക്ക് ഒരു മീൻ മുളകിട്ടത് എങ്ങനെയാണ് വെക്കുന്നതെന്നും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വെക്കുന്നത് എങ്ങനെയെന്നും നോക്കാം. കിളിമീൻ അല്ലെങ്കിൽ ചെങ്കലവ എന്നൊക്കെയാണ് ഈ മീനിന് പറയുന്നത്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 10 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, കുടംപുളി ഒരു 5 എണ്ണം 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, കറിവേപ്പില, ഉലുവ. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഇത് വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുകിടുക. കടുകൊക്കെ ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി എളുപ്പം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി നന്നായി വഴണ്ടി വന്നപ്പോഴത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നന്നായി കുക്കായി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഈ മസാല എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് തിളപ്പിക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മീൻകറി ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. കട്ടി കുറഞ്ഞ മീനാണിത്, അതുകൊണ്ട് സ്പൂണോ തവിയോ ഒന്നും വെച്ച് ഒന്നും ഇളക്കാൻ നിൽക്കരുത്. ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റിൽ അറിയിക്കുകയും വേണം. അടുത്ത ഒരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം രമ്യ പാറൂസ് കിച്ചൻ.